കോപ്പിറൈറ്റും കിട്ടാൻ പോകുന്നില്ല, ഒന്നും ഒരു പ്രശ്നമില്ല. ഒരു അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, അത് എങ്ങനെ വൈറലാക്കാമെന്നും കൂടി പഠിക്കേണ്ടി വരും. ഷോർട്സ് ഫീൽഡിൽ ഓൾറെഡി യൂട്യൂബ് ഷോർട്സിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇങ്ങനത്തെ ജിമിനി ആപ്പിൻ്റെ AI ജനറേറ്റ് ചെയ്യാൻ പറ്റിയ നിങ്ങൾക്ക് ഷോർട്സിൽ ഇതുപോലത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. കാരണം എന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വന്നിട്ടില്ല, ചിലതിലൊക്കെ വന്നിട്ടുണ്ട്, എനിക്കെല്ലാം ഇപ്പാണ് കിട്ടിയത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിത്ത് മ്യൂസിക് അടക്കം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഏത് രൂപത്തിലാണോ വീഡിയോ വേണ്ടത് ആ വീഡിയോ രൂപത്തിൽ കിട്ടിയിട്ട് അതിനുശേഷം അതിന് മ്യൂസിക്കും ആഡ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് തരും. അത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഒരു കോപ്പിറൈറ്റും കിട്ടാൻ പോകുന്നില്ല, ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എഫക്ട്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓൾറെഡി എഫക്ട്സ് അടക്കം ഓൾറെഡി AI ജനറേറ്റ് ചെയ്തിട്ട് ഓൾറെഡി നമുക്ക് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. ഡയറക്റ്റ് അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതുപോലത്തെ ഫോട്ടോസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അത് പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് യൂട്യൂബിൽ ഫുള്ളായിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും പറഞ്ഞുതരാൻ പറ്റത്തില്ല, അത് ഫുള്ള് വീഡിയോസാണ്, കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടാത്ത രൂപത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പോൾ അതുകൂടാണ്ട് ഞാൻ ഫോട്ടോസ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നെങ്കിലും ഫോട്ടോസ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ രൂപത്തിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സിമ്പിളായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം, കുറച്ച് വീഡിയോസ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു വീഡിയോസ് ഇടണമെന്ന് വിചാരിച്ചു, നമ്മൾ ഷോർട്സ് ഫീൽഡ് ഓൾറെഡി നമ്മൾ ഷോർട്സ് എങ്ങനെയാണോ അത് വെറും അപ്ലോഡ് ചെയ്താൽ മാത്രം പോരാ, അത് എങ്ങനെ വൈറലാക്കാമെന്നും കൂടി പഠിക്കേണ്ടി വരും കേട്ടോ. അത് വെറും ഷോർട്സ് മാത്രം നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യമില്ല, അത് വൈറലാക്കാനും കൂടി പഠിക്കണം. അപ്പോൾ അതും കൂടി ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോൻ്റെ ലാസ്റ്റിൽ തീരുന്നതിന് മുമ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടതെന്നും കാണിച്ചു തരാം. നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൽ നിന്ന് വൈറലാക്കേണ്ടതും ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് ആദ്യം പോകേണ്ടത് എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് എടുക്കുന്നുണ്ട്, യൂട്യൂബ് എടുക്കുന്നുണ്ട്. യൂട്യൂബിൽ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനത് ഓൾറെഡി ഇതുപോലത്തെ വീഡിയോസാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി അത് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ ഓൾറെഡി AI ജനറേറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓൾറെഡി ഈ വീഡിയോസാണ് ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുള്ളത്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് ഡെന്ന് കൊടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഷോർട്സ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആദ്യം പോകേണ്ടത് നമ്മൾ ഓൾറെഡി ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസ്, ഷോർട്സ്, ലൈവ്, പോസ്റ്റ് എല്ലാം കാണിക്കുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഓൾറെഡി ഷോർട്സിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഷോർട്സിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ടോപ്പിലൊരു സിഗ്നൽ കാണിക്കുന്നുണ്ടാവും, ഇവിടെ ആഡ് AI എന്ന് കാണിക്കുന്നുണ്ടാവും, ഇവിടെ ടോപ്പിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും കേട്ടോ. ടോപ്പിലൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും, ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ ടാംപ്ലേറ്റ്സുകൾ ഓൾറെഡി തന്നിട്ടുണ്ടാവും, യൂട്യൂബ് ഓൾറെഡി തന്നിട്ടുണ്ടാവും. കുറേ ടാംപ്ലേറ്റ്സുകൾ ഇവിടെ തന്നിട്ടുണ്ട്, എൻ്റെ ഓൾറെഡി കാണിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടും, ബാക്ക്ഗ്രൗണ്ട് വേറെ സ്റ്റൈലിൽ വരും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഫോട്ടോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതല്ല വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ഇപ്പോൾ ഒന്നിച്ചിട്ട് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, ബാക്കപ്പ് പോയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഫോട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ടാവും, ഫോട്ടോ ടു വീഡിയോ. ഫോട്ടോ ടു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഫോട്ടോ ടു വീഡിയോ. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോസ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഒരു ഫോട്ടോസ് ഞാൻ ഓൾറെഡി ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ കുറച്ച് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വീഡിയോ ആയിട്ട് കിട്ടും കേട്ടോ. അതെങ്ങനെ ചെയ്യുന്നത് ഞാൻ കാണിച്ചത്. ഞാനൊരു ഫോട്ടോസ് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്, ഇത് വെറും ഫോട്ടോസാണ്, വീഡിയോ ഒന്നല്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. നമുക്കിവിടെ ടോപ്പിൽ ആദ്യം കാണിക്കുന്നത് ഫസ്റ്റ് ഫോട്ടോ ടു വീഡിയോ എന്നാണ് കാണിക്കുന്നില്ല. രണ്ടാമത്തത് വീഡിയോ ക്ലിപ്സ് എന്ന് കാണിക്കുന്നുണ്ട്. വീഡിയോ ക്ലിപ്സ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്രോംപ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പ്രോംപ്റ്റ് ഇപ്പോൾ പട്ടിൻ്റെ അത് എന്തെങ്കിലും ഇതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അത് വരും. ഞാൻ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി ഇതിൻ്റെ അത് പ്രോംപ്റ്റ് വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ക്രിയേറ്റ്, ക്യാറ്റ്, അത് എന്തൊക്കെയോ ഓപ്ഷൻ വരുന്നുണ്ട്.
നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി ഇപ്പോൾ അത് ഡ്രിങ്കിങ് കോഫി ഇൻ ഫ്രൂട്ട്സ് എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. എന്താണ് ഫ്രൂട്ട്സ് തിന്നേണ്ടത് എന്നല്ല ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കാറ്റഗറിയിലാണ് വേണ്ടത് ആ കാറ്റഗറി ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കുന്നുണ്ട്. ഞാനൊരു പൂച്ചേൻ്റെ കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിതൊന്ന് കൊടുത്ത് ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓൾറെഡി ക്രിയേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ കുറേ സെക്ഷൻ ഉണ്ട്, ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് കുറേ ഇങ്ങനത്തെ ഫാൻഡ കോഫി കുടിക്കുന്ന ഇങ്ങനത്തെ കോഫി കുടിക്കുന്ന കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ട് ഇവിടെ. ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ റെഡിയായി. ഓക്കെ, ക്രിയേറ്റ് വീഡിയോ. ഇനിയിപ്പോൾ ഈ ഫോട്ടോനെ ക്രിയേറ്റ് ആക്കണം, വീഡിയോ ആക്കണം. ക്രിയേറ്റ് വീഡിയോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വീഡിയോ ആയിട്ട് കൺവേർട്ട് ആവും. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് ആ പ്രോംപ്റ്റ് അവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾറെഡി അത് പ്രോംപ്റ്റ് ഓൾറെഡി ഉള്ള പ്രോംപ്റ്റാണ് ഞാൻ ഓൾറെഡി അതിൽ കൊടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രൂപത്തിൽ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ നമ്മൾ കൊടുത്ത പ്രോംപ്റ്റിനനുസരിച്ചിട്ടുള്ള ഡിസൈനിൽ ഓൾറെഡി ചെയ്തു തരും കേട്ടോ. അതിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ എല്ലാം കൂടിയിട്ട് കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതെങ്കിലും 1-2 ഞാൻ ഓൾറെഡി ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ഓൾറെഡി ഇത് ജനറേറ്റ് ആയിട്ടുണ്ട് ഫാൻഡ. ഓക്കെ, അത് നല്ലൊരു വ്യൂ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എങ്ങനെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇത് ഫാൻഡ കോപ്പി ഓടിക്കുന്ന മൂവിങ്ങുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ആവും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ബാക്ക് പോകുന്നുണ്ട്. ബാക്ക് പോയിട്ട് നമുക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടത്. ഇനിയിപ്പോൾ ആ ഫോട്ടോ ശരിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഫോട്ടോസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. വേറെ ഫോട്ടോസ് വേണമെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് വീഡിയോയിൽ കൊടുക്കുക. ജസ്റ്റ് ക്രിയേറ്റ് വീഡിയോയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യിപ്പിച്ചിട്ട് വീഡിയോ ആക്കുക എന്നുള്ളത് തന്നെ അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഓൾറെഡി ഇത് വന്നിട്ടുണ്ട് കേട്ടോ. കോഫി കുടിക്കുന്ന വേറെ രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഓൾറെഡി യൂട്യൂബ് തന്നെ തരുന്നതാണ്. ട്രൈ അഗൈൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ് ചേഞ്ച് ആവും കേട്ടോ. ട്രൈ അഗൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ മൂവ്മെൻറ്റ് വേറെ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഏത് രൂപത്തിലാണ് വേണ്ടത് അതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. വേറെ രൂപത്തിൽ ഞാൻ ആക്കുന്നുണ്ട്. വേറെ രൂപത്തിൽ എങ്ങനെ രൂപത്തിലാണ് കിട്ടുന്നത് നോക്കാം, ഏത് സ്റ്റൈലിലാണ് കിട്ടുന്നതെന്ന്. ചിലപ്പോൾ ഇങ്ങനെ വ്യൂ പോയിന്റിൽ കിട്ടും, സൂം ആയിട്ട് കിട്ടും. നമുക്ക് ചിലപ്പോൾ ഡ്രോൺ ഷൂട്ട് ചെയ്ത രൂപത്തിൽ കിട്ടും. പല രൂപത്തിലും കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ആ ട്രൈ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മൂവ്മെൻറ്റ് ചേഞ്ച് ആവും. ഇപ്പോൾ ഇത് വേറെ കുറച്ച് സൂം ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സൂം ആയിട്ട് വന്നിട്ടുണ്ട്, വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫാൻഡ് അത്ര വലിയ കുറേ ഡിസൈനർ ഓട്ടോമാറ്റിക്കലി എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ ബാക്ക് പോകുന്നുണ്ട്. ബാക്ക് പോയിട്ട് ഇപ്പോൾ ഇതിൽ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ കളർ വേണമെങ്കിൽ വേറെ കളറിലുള്ളത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് പോകുന്നുണ്ട്. അതേ ഫാൻഡാണ് വേറെ രൂപത്തിലാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനലിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ ക്യാറ്റ് രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ക്യാറ്റ് രൂപത്തിൽ കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഓക്കെ, ഫാൻഡ ഇത് വലിയ രൂപത്തിലായി വന്നത്. ഇനി ഏത് രൂപത്തിലാണ് വേണ്ടത് നിങ്ങൾക്ക് ഇവിടെ ആ സ്റ്റൈലിൽ കിട്ടും കേട്ടോ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പല രൂപത്തിൽ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ട്. ഇത് വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആയി വീഡിയോ. ഇനിയിപ്പോൾ ഇത് ഓൾറെഡി ഇതിൽ ജനറേറ്റ് ചെയ്ത് തരുന്ന ഫോട്ടോസാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അത് നമ്മളെ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഡാൻസ് കളിക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഡാൻസ് കളിപ്പിച്ചിട്ടും കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും ഇതിൽ. ഓക്കെ, ഇത് വേറെ രൂപത്തിലായിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതാക്കാം. ഓക്കെ, അതൊന്നും വേണ്ട. അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഓൾറെഡി ഇത് അപ്ലോഡ് ചെയ്യാനില്ല. അതുകൊണ്ട് ഞാൻ ബാക്ക് പോകുന്നുണ്ട്. ഇത് വേറെ രൂപത്തിൽ വന്നിട്ടുണ്ട്. ഏത് രൂപത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 4 ഫോട്ടോസ് ജനറേറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. 4 ഫോട്ടോസ് വേണം. ഇനി അഥവാ ഈ ഫോട്ടോസ് ഒന്നും ശരിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ അഗൈൻ കൊടുത്താൽ വേറെ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ജസ്റ്റ് കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസ് മാറി വരും. അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസ് മാറി വരും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് ഇപ്പോൾ വേറെ രീതിയിലുള്ള ഫോട്ടോസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട. ഇപ്പോൾ ഞങ്ങൾക്ക് ഇതൊന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത് ബാക്കപ്പ് പോവാം, അതും ആവശ്യമില്ല. ഇനിയിപ്പോൾ വീഡിയോ ക്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് നേരത്തെ കാണിച്ചത് കേട്ടോ. അതിനുശേഷം ഇവിടെ ഇമേജ്.
ഓക്കെ. ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഏത് പ്രോംപ്റ്റാണ് കൊടുക്കുന്നത് ആ പ്രോംപ്റ്റിനനുസരിച്ച് നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇവിടെ കൊടുക്കുക. പ്രോംപ്റ്റ് വേണം ChatGPT ചോദിച്ചാൽ പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് പ്രോംപ്റ്റ് തരും കേട്ടോ. ഞാൻ ഓൾറെഡി നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഇതിലെല്ലാം ഉൾപ്പെടുത്തും. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതിൻ്റെ അടുക്കുന്ന പോയിട്ട് ഞാൻ വേറെ പ്രോംപ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് താളം തെറ്റിപ്പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിതിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോസ് ടു വീഡിയോ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഫോട്ടോ ടു വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടത്, നമ്മൾ ഏത് ഫോട്ടോസ്, ഇപ്പോൾ എൻ്റെ ഫോട്ടോസ് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് ഫോട്ടോസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോസ് സ്വന്തമായിട്ട് ഫോട്ടോസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാൻ എൻ്റെ സ്വന്തം ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫോട്ടോസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ കിട്ടും കേട്ടോ, വീഡിയോ ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടാവും. എന്ത് വീഡിയോസാണ് ചെയ്യേണ്ടത്, ഏത് രൂപത്തിലെന്ന് ഇവിടെ കാണിക്കുന്നുണ്ടാവും. ഗേൾസ് ഗാൻസ്, ഇത് ബ്യൂട്ടി, ഹാപ്പിലി, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓൾറെഡി വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സ്റ്റൈലിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോംപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ട്രൈ ഫോട്ടോസ് ഫയൽസ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പ്രോംപ്റ്റ് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഓൾറെഡി പ്രോംപ്റ്റ് കൊടുക്കുന്നതിന് അപ്പോൾ ആ പ്രോംപ്റ്റ് പോയല്ലോ അവിടെ. ഓൾറെഡി പ്രോംപ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോംപ്റ്റ് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേറെ പ്രോംപ്റ്റ് കൊടുക്കുക. അത് നമുക്ക് എന്ത് രൂപത്തിൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ ഉള്ള പ്രോംപ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തന്നിട്ട് ഞാൻ നെക്സ്റ്റ് അത് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പ്രോംപ്റ്റ് ഫസ്റ്റത്തൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ കൊടുത്തിട്ട് ഞാൻ ഓൾറെഡി ക്ലിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് രൂപത്തിലാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. പ്രോംപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് പ്രോംപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഡാൻസ് എന്നോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. ഡാൻസ് എന്നോ മൂവ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ മതി. അല്ലെങ്കിൽ മൂവി എന്നോ അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു വേർഡ് 2 വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അത് ക്രിയേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞങ്ങൾക്കിപ്പോൾ ഓൾറെഡി 99% ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൂർത്തിയായിട്ട് കിട്ടും കേട്ടോ. What a beautiful day to enjoy the fresh air and the lovely scenery around us. I hope everyone is having a wonderful time. ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വോയിസ് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വോയിസ് കിട്ടിയിട്ടുണ്ട്, വീഡിയോസ് ആയിട്ടുണ്ട്. ഓക്കെ. ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വൈറലാക്കേണ്ട എങ്ങനെയാണ്. അതിൻ്റെ ബാക്കിൽ ഒരു ക്യാറ്റും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഓൾറെഡി അതിൻ്റെ വോളിയം കുറക്കട്ടെ. ഓക്കെ. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നില്ല, അപ്ലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ വേറൊരു കാര്യം കൂടി തരാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്താണെന്ന് നോക്കാം. ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓഡിയോ ഓഫ്. ഇതിൽ ഓഡിയോ വന്നിട്ടില്ല, ജസ്റ്റ് ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മളെ ഫോട്ടോസ് ആണെങ്കിൽ പോലും ഇതിങ്ങനെ വരത്തുള്ളൂ കേട്ടോ. ഞാൻ മൂന്നാമത്തെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതെന്ത് പ്രോംപ്റ്റാണെന്ന് നോക്കാം. ഓക്കെ. ഇതൊരു ഭരതനാട്യം പോലത്തെ ഒരു ഡാൻസാണ് വന്നിട്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വേറെ ലാസ്റ്റത്തെ ഒരു ഇത് നോക്കാം. ഔട്ട് ലോഗിൻ. ഓക്കെ. ലാസ്റ്റത്തെ ഒന്ന് നോക്കാം. ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാൻ ഓൾറെഡി അത് കുറേ ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഡാൻസ് വിത്ത് സോങ് മ്യൂസിക്. ഓക്കെ. അങ്ങനെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ ഡാൻസ് വിത്ത് സോങ് വിത്ത് മ്യൂസിക്. ഓക്കെ. സോങ് മ്യൂസിക് അങ്ങനെ കൊടുത്ത് എന്താണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത് നോക്കാം. ഓക്കെ. പൂച്ച കരയുന്നതും മ്യൂസിക്കും ഇതുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പൂച്ച കരയുന്നത് വേണമെന്നുണ്ടെങ്കിൽ ക്യാൻസലാക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൽ മുമ്പത്തെ ഞാൻ വോളിയം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, സോറി. അപ്പോൾ എല്ലാത്തിലും ചിലപ്പോൾ മ്യൂസിക് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഓൾറെഡി നമുക്ക് ജനറേറ്റ് ചെയ്ത് കിട്ടും. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ ഒന്നും നോക്കാനില്ല. ജസ്റ്റ് ഒന്ന് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒരു മ്യൂസിക് എന്നുള്ള സെക്ഷൻ ഉണ്ടല്ലോ, ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിപ്പോൾ ഏത് ട്രെൻഡിങ് മ്യൂസിക് ഉള്ളത് ആ മ്യൂസിക് ഓൾറെഡി നിങ്ങൾക്ക് ഇത് ഇടണമെന്ന് അറിഞ്ഞിട്ടില്ല.
നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് കൊടുക്കുക. ഓക്കെ, ഈ മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യുക, നോക്കാം ഏതാണ് മ്യൂസിക് എന്ന്. ട്രെൻഡിങ് മ്യൂസിക് ആയിരിക്കും ഏറ്റവും ടോപ്പിൽ വരിക. ഏറ്റവും ടോപ്പിൽ ട്രെൻഡിങ്ങിലുള്ള മ്യൂസിക് വരും കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം. മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ നിങ്ങളുടെ വീഡിയോസും ആ മ്യൂസിക്കിൻ്റെ സപ്പോർട്ട് കൂടിയിട്ട് നമ്മൾ കൂടുതൽ റീച്ചിലേക്ക് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ആ ഡാൻസും മ്യൂസിക്കും എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ടായിട്ടുണ്ട്. ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ മ്യൂസിക്കും ഇതെല്ലാം മൊത്തത്തിൽ ആഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കാണിക്കും? ഇവിടെ ടോപ്പിൽ നിങ്ങൾക്ക് ഒരു പെൻസിലിൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ടാവും. ഈ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് തംബ്നെയിൽ സെറ്റ് ചെയ്യേണ്ടത് ആ തംബ്നെയിൽ കറക്റ്റായിട്ട് ഇവിടെ സെറ്റ് ചെയ്തേക്കുക. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് പോർഷനാണോ ഫസ്റ്റ് തംബ്നെയിലായിട്ട് പോകേണ്ടത്. നമ്മൾ സാധാരണ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് എന്താണ്? തംബ്നെയിൽ കണ്ടിട്ടാണ്. ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോ ആണെങ്കിലും തംബ്നെയിലും ടൈറ്റിലും കണ്ടിട്ടാണ് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനെന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ തംബ്നെയിൽ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് പോർഷനാണോ വേണ്ടത്. ഇപ്പോൾ ചിലപ്പോൾ വലിയ വലിയ ഫിലിം നടിമാർ അങ്ങനത്തെ ഫോട്ടോസെല്ലാം നിങ്ങൾ വീഡിയോസെല്ലാം കാണുന്നുണ്ടാവും. ഷോർട്സിൽ അവർ കറക്റ്റായിട്ട് തംബ്നെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കണ്ടപ്പോഴാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിലേതെങ്കിലും ഒരു തംബ്നെയിൽ ഈ തംബ്നെയിൽ കുഴപ്പമില്ല കേട്ടോ. ഈ തംബ്നെയിലും കുഴപ്പമില്ല, ഈ തംബ്നെയിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തംബ്നെയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഏത് തംബ്നെയിലാണോ പോർഷനാണോ വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കറക്റ്റായിട്ടുള്ള പോർഷന് ഞാൻ ഓൾറെഡി ഇത് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. കാരണം എന്താണെങ്കിൽ എന്താണ് ഡാൻസ് കളിക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഡാൻസ് കളിക്കുന്നത് എങ്ങനെ, ഇത് ചെറിയൊരു കുട്ടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് കൊടുക്കുക. റൈറ്റ് കൊടുക്കുന്നതിന് ശേഷം നമുക്കിവിടെ ഒരു എന്താണ് കൊടുക്കേണ്ടത്? ഇവിടെ ജസ്റ്റ് ഒന്ന് നമുക്കൊരു ടൈറ്റിൽ കൊടുക്കണം. ഇപ്പോൾ ടൈറ്റിൽ കൊടുക്കാൻ അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യമുണ്ട്. നേരെ എന്ത് ചെയ്യുക? നേരെ യൂട്യൂബിൽ പോവുക, അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ എവിടെയെങ്കിലും പോവുക. ഓക്കെ, അല്ലെങ്കിൽ ഗൂഗിളിൽ പോവുക. എവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ എവിടെ വേണമെന്നും പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ ഓൾറെഡി യൂട്യൂബ് ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യം സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഷോർട്സ് വൈറൽ എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി നിങ്ങൾക്ക് ഇതാക്കാം. അതിനുശേഷം ജസ്റ്റ് ഫസ്റ്റ് ആദ്യം കൊടുക്കേണ്ടത് എന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹാഷ് ഇട്ട് കൊടുക്കുക. ഹാഷ് ഇട്ട് കൊടുത്തതിന് ശേഷം ഷോർട്സ് എന്ന് കൊടുക്കുക കേട്ടോ. ഷോർട്സ് വൈറൽ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് എന്ന് കൊടുക്കുക. ഓക്കെ, അത്ര കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ താഴത്ത് വന്നിട്ട് ഇവിടെ ബാക്കി റിലേറ്റഡ് വീഡിയോ കൊടുക്കാണ്ടെങ്കിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുക. നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. ഇവിടെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി ഒന്നും കൊടുക്കുന്നില്ല. അപ്ലോഡ് കൊടുക്കാം. ഓക്കെ, അപ്ലോഡ് പോയതിന് ശേഷം നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ വൈറ്റ് സ്റ്റുഡിയോ പോകുക. ഓൾറെഡി ഇപ്പോൾ എൻ്റെ ചാനലിൽ ഓൾറെഡി ഷോർട്സ് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ബാക്ക് പോയിട്ട് വൈറ്റ് സ്റ്റുഡിയോയിൽ പോകുന്നുണ്ട് കേട്ടോ. വൈറ്റ് സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും. ആ ഷോർട്സ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി പബ്ലിക് ആണെങ്കിൽ പബ്ലിക് ഫസ്റ്റ് തന്നെ പബ്ലിക് ആക്കേണ്ട ആവശ്യമില്ല. അൺലിസ്റ്റഡ് ആക്കേണ്ട. ഓൾറെഡി ഇത് പബ്ലിക് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അൺലിസ്റ്റഡ് ആക്കി വെക്കാം. ഞാൻ ഓൾറെഡി അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നുണ്ട്. സേവ് ആക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കിത് വൈറലാക്കണം. ഇപ്പോൾ ഓൾറെഡി ഷോർട്സ് അപ്ലോഡ് അത് അവിടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അൺലിസ്റ്റഡ് ആണ് ആക്കി വെക്കേണ്ടത്. ഞാൻ ഓൾറെഡി അറിയാത്ത പബ്ലിക് ആക്കി പോയതാണ്. അതിനുശേഷം ഷോർട്സ് ഞാൻ ഓൾറെഡി അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വ്യൂസ് ഒന്നും കയറിയിട്ടില്ല. ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ ഓൾറെഡി അൺലിസ്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ അൺലിസ്റ്റഡ് ആക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പം തന്നെ സ്പോട്ടിൽ വന്നിട്ട് ഇവിടെ അൺലിസ്റ്റഡ് ആക്കി വെക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുശേഷം നിങ്ങൾ പോകേണ്ടത് രണ്ടാമത് യൂട്യൂബിൽ പോകണം കേട്ടോ. യൂട്യൂബിൽ പോയിട്ട് ഫസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കണം. ഹോം പേജിൽ പോയിട്ട് ഇവിടെ സെർച്ച് ചെയ്യണം ഷോർട്സ്. ഓക്കെ, വെറും ഷോർട്സ് എന്നാണ് അടിച്ചു കൊടുക്കേണ്ടത്. വേറെ എന്തും അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഷോർട്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരിക ഷോർട്സ് ഏതൊക്കെ, അല്ലെങ്കിൽ ഹാഷ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് കൊടുക്കുക കേട്ടോ. ഒരു ഹാഷ് ഇടാം. ഹാഷ് ഷോർട്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹാഷിൽ ഷോർട്സിൻ്റെ എത്രത്തോളം 77 മില്യൺ ചാനലുകളുണ്ട്. ഓക്കെ, ആ പേരിൽ അങ്ങനത്തെ കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഏതാണ് ഉള്ളത് അതാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൗസ് ആക്കി വെക്കാം.
പൗസാക്കിയതിന് ശേഷം ഇവരെന്താണ് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷൻ എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും എത്ര വീഡിയോസ്, എത്ര ഷോർട്സ് അവരെ ആ ഒരു മ്യൂസിക്കും ഇതും കൊണ്ട് വൈറലായിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാം മില്യൺ വ്യൂസാണ്. ഷോർട്ട് വീഡിയോ ഇതൊക്കെ ഓൾറെഡി ഷോർട്ട് വീഡിയോയിൽ പെടുന്നതാണ്. 223 മില്യന്, 30 മില്യന്. ഇത് ഓൾറെഡി ഒരു മലയാളം ചാനലാണ് കേട്ടോ. 23 മില്യന്, ഇവിടെ 17 മില്യന്, 33 മില്യന്, 67 മില്യന്, 1.7 മില്യന്. ഇങ്ങനെ കുറേ മില്യൺ ഷോർട്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോൾ അതിനെന്ത് ചെയ്യണ്ടേ, അതിന് ജസ്റ്റ് അവരെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ക്യാമറ യൂസ് ചെയ്ത് ഓൾറെഡി നമുക്ക് ഷോർട്സ് ഇതാക്കാം, മ്യൂസിക്കിന് പറ്റിയത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഓൾറെഡി മുമ്പ് ഇതാക്കിയത്. അതിന് ശേഷം ഇത് പോസ് ചെയ്യുക. അതിനെന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഷോർട്സ് വീഡിയോ ഇത് 2 ടാഗ് കാണിക്കുന്നുണ്ട്. ഫണ്ണി മൂമെൻ്റ് എന്ന് കാണിക്കുന്നുണ്ടാവും, ടോം ആൻഡ് ജെറി എന്ന് കാണിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണ്ടേ, ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ സാധനങ്ങൾ ഇപ്പോൾ വേണം. അപ്പോൾ അതിന് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. സ്ക്രീൻഷോട്ട് എടുക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇതേ സെയിം കാറ്റഗറിയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ഞാൻ ഓൾറെഡി സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് വേറൊരു വീഡിയോ എടുക്കാം കേട്ടോ. ഈ വീഡിയോ എടുത്ത് പൗസ് അടിക്കുക. അതിന് ശേഷം ഇവരെന്താണോ ടാഗ് കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവരെന്താണോ ടാഗ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ദി എൻഡ് ഇന്ത്യ ഫാമിലി ഷോർട്സ് ഇന്ത്യൻ ചോട്ടാബായി. ഓക്കെ, ചോട്ടാബായി സ്കൂള് ഇതും നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അതും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് ശേഷം നെക്സ്റ്റ് എടുക്കുക. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കാം കേട്ടോ, ഏറ്റവും കൂടുതലുള്ള. ഓക്കെ, ഇതെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ വീഡിയോസ് കാണിക്കുന്നുണ്ടാവും. ഇവരെന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഷോർട്സ് വൈറൽ, ഫണ്ണി ഷോർട്സ്, മേക്കപ്പ് 3 ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയാണ് കൊടുക്കേണ്ടത് നമ്മൾ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അതിന് ശേഷം എന്ത് ചെയ്യണ്ടേ, അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗാലറിയിൽ വരാം. നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച സാധനങ്ങളുണ്ടല്ലോ അത് ഇവിടുന്ന് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവരുടെ ടൈറ്റിൽ ഉണ്ടല്ലോ, ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം. ടൈറ്റിൽ കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്തതിന് ശേഷം നേരെ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ വരാം. വൈറ്റ് സ്റ്റുഡിയോ വന്നിട്ട് ഈ ടൈറ്റിൽ നമുക്ക് ഇവിടുന്ന് മാറ്റണം കേട്ടോ. ഈ ടൈറ്റിൽ ഇവിടുന്ന് മാറ്റാം. ഓക്കെ, അവർ ടൈറ്റിൽ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിവിടെ വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തമിഴ്ന്ന് മലയാളം എന്ന് എന്തെങ്കിലും അതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, അതിന് ശേഷം ഇവിടെ ചെയ്യേണ്ടത് രണ്ടാമത് വരണം കേട്ടോ. ഇത് സേവ് ചെയ്ത് കൊടുക്കാം. സേവ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ടാമത് സ്ക്രീൻഷോട്ടിലേക്ക് വരണം. സ്ക്രീൻഷോട്ടിലേക്ക് വരുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യാണ്ട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ എടുക്കണം കേട്ടോ. നമ്മൾ എഡിറ്റ് പെൻസിലിൻ്റെ ഐക്കണിൽ പോവാം. ഡിസ്ക്രിപ്ഷനിലും കൂടി അത് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിസ്ക്രിപ്ഷനിൽ ഇവിടെ അത് പേസ്റ്റ് ചെയ്ത് കൊടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് താഴത്ത് വരാം. താഴത്ത് വന്നിട്ട് ആ ബാക്കിയുള്ള ടൈറ്റിൽ ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ടൈറ്റിൽ ഉണ്ടല്ലോ, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ടൈറ്റിൽ ഉണ്ടല്ലോ, അത് എല്ലാ ടൈറ്റിലും എടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ നേരെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനിൽ സേവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഓക്കെ, എല്ലാ അതിൻ്റെ താഴെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത എല്ലാ ടൈറ്റിലും ഹാഷ്ടാഗും ടോട്ടലായിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സെർച്ച് ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പോകും കേട്ടോ. അതിന് ശേഷം എന്ത് ചെയ്യുക, അതിന് ശേഷം മെൻഷൻ ചെയ്യണോ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഏത് നേരത്തെ എടുത്ത വീഡിയോസ്, ഇപ്പോൾ ആ വീഡിയോസിൻ്റെ ചാനൽ ഓൾറെഡി നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ചാനലിൽ പോകാം കേട്ടോ. ആ ചാനലിൽ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റും ഫൺ ഫാക്ടറി എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വരാം. ഡിസ്ക്രിപ്ഷനിൽ വന്നതിന് ശേഷം ഒരു ഇതിടാം. അതിന് ശേഷം ഫൺ ഫാക്ടറി എന്ന് പറയുമ്പോൾ കുറേ ചാനലുകൾ അവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ, ഫൺ ഫാക്ടറി എന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ചാനലുകൾ വരും. ഫൺ ഫാക്ടറി ഓക്കെ മെൻഷൻ ചെയ്യാം. അതിന് ശേഷം
വേറൊരു ഇത് ഇട്ട് കൊടുക്കുക, ഫൺ ഫാക്ടറി, വേറെ ഒരാളെ കൂടി മെൻഷൻ ചെയ്യുക. അങ്ങനെ 2 ആൾക്കാരെ 3 ആൾക്കാരെ മെൻഷൻ ചെയ്ത് എടുത്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ വീഡിയോസ്, അവരെ വീഡിയോസ് കാണുന്ന ആൾക്കാരും കൂടി നമ്മളെ വീഡിയോസ് കാണും കേട്ടോ. അപ്പോൾ മെൻഷൻ ചെയ്ത് കൊടുക്കാം, നേരെ പബ്ലിഷ് ചെയ്ത് കൊടുക്കുക. ഇവിടെ അൺലിസ്റ്റഡ് ഉള്ളത് മാറ്റാം, അതിന് ശേഷം പബ്ലിഷ് ചെയ്ത് കൊടുക്കുക, നേരെ പബ്ലിക് ആയിക്കോളൂ കേട്ടോ. നിങ്ങൾ ഏത് ടൈമിനാണോ പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ടൈമിന് പബ്ലിഷ് ചെയ്ത് കൊടുത്താൽ മതി. അത്ര ചെയ്യാനുള്ളൂ, വേറൊന്നും പരിപാടിയില്ല. അത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഷോർട്സ് വൈറലിലേക്ക് പോകും. അപ്പോൾ ഇത് ഒരു വീഡിയോസിൽ മാത്രമല്ല, എല്ലാ വീഡിയോസിലും ചെയ്യാം. ഇനിയിപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തന്ന പോലത്തെ വീഡിയോസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ, ഫോട്ടോസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഓൾറെഡി ടെലിഗ്രാം ഗ്രൂപ്പ്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും. അതിൽ ഞാൻ ഓൾറെഡി അയച്ചു തരാം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് എന്താണോ ഫോട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഫോട്ടോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ.